TLB'S ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ഹയർ സെക്കൻഡറി +1 സുവോളജി ദ ലിവിംഗ് വേൾഡ് എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ റിവിഷനും അതുപോലെ മോഡൽ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണിത്. ഈ ചാപ്റ്ററിൽ നമുക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കുവാനുള്ളത് മാൻ, ഹൗസ് ഫ്ലൈ ഈ രണ്ട് അനിമൽസിൻ്റെയും സുവോളജിക്കൽ നെയിം എഴുതുന്ന രീതിയാണ്. മാൻ ഹോമോസാപ്പിയൻസ് ആണ് മാനിൻ്റെ സയൻറ്റിഫിക് നെയിം. ഹൗസ് ഫ്ലൈ മസ്ക ഡൊമസ്റ്റിക്ക ആണ് സയൻറ്റിഫിക് നെയിം. ഇവിടെ ഓർമ്മിക്കേണ്ടത് ഫസ്റ്റ് നെയിം ജീനസ് നെയിമും സെക്കൻഡ് നെയിം സ്പീഷീസ് നെയിമും ആണെന്ന് അറിയാം. ജീനസ് നെയിം സ്റ്റാർട്ട്സ് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് സ്പീഷീസ് നെയിം സ്റ്റാർട്ട് വിത്ത് എ സ്മോൾ ലെറ്റർ. ഈ ഒരു ബേസിക് കൺസെപ്റ്റാണ് പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത്. എച്ച് ക്യാപിറ്റൽ ലെറ്ററിൽ തുടങ്ങുന്നു, എസ് സ്മാൾ ലെറ്ററിൽ തുടങ്ങുന്നു. ഹൗസ് ഫ്ലൈയെ സംബന്ധിച്ചിടത്തോളം എം ക്യാപിറ്റൽ ലെറ്റർ, ഡി സ്മാൾ ലെറ്റർ. മസ്ക ഡൊമസ്റ്റിക്ക ആണ് ഹൗസ് ഫ്ലൈയുടെ സയൻറ്റിഫിക് നെയിം. മാൻ ഹോമോ സാപ്പിയൻസ്. അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ട് പല രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. Given below the scientific name of housefly, identify the correctly written name. സയൻറ്റിഫിക് നെയിം പല രീതിയിൽ തന്നിട്ടുണ്ടാകും, പല മിസ്റ്റേക്കും അതിനകത്ത് വരുത്തിയിട്ടുണ്ടാകും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലും സെക്കൻഡ് ലെറ്റർ സ്മാൾ ലെറ്ററിലും തുടങ്ങുന്നതാണ് സയൻറ്റിഫിക് നെയിം എഴുതുന്ന സാധാരണയുള്ള രീതി എന്നുള്ളത്. ഇപ്പോൾ ഹൗസ് ഫ്ലൈയുടെ മസ്ക ഡൊമസ്റ്റിക്ക ഫസ്റ്റ് എം ക്യാപിറ്റലും ഡി സ്മാൾ ലെറ്ററും ആണ്. ഇനി ഡയറക്റ്റ് ആയിട്ട് ഈ രീതിയിൽ തന്നെ ചോദിക്കാം. റൈറ്റ് ദ സയന്റിഫിക് നെയിം ഓഫ് ദ ഫോളോയിങ് ഓർഗാനിസംസ്. ഹൗസ് ഫ്ലൈ, മാൻ. ഇനി ഇതുപോലെ റിലേഷൻഷിപ്പ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം. നോട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ടു വേർഡ്സ് ആൻഡ് സജസ്റ്റ് സ്യൂട്ടബിൾ വേർഡ് ഫോർ ദ ഫോർത്ത് പ്ലേസ്. ഹോമോസാപ്പിയൻസ്, മാൻ, മസ്ക ഡൊമസ്റ്റിക്ക. ഇവിടെ എന്ത് ആൻസർ എഴുതും? ഹൗസ് ഫ്ലൈ എന്ന ആൻസർ എഴുതും. ഇനി അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ടാക്സോണമിക്കൽ എയ്ഡ്സ്. എന്തൊക്കെയാണ് ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞു. സുവോളജിക്കൽ പാർക്സ്, മ്യൂസിയം, ഹെർബേറിയം, ബൊട്ടാണിക്കൽ ഗാർഡൻസ്, മോണോഗ്രാഫ്, മാനുവൽസ്, ഫ്ലോറ, കീ. ഇത്രയുമാണ് നമുക്ക് ടാക്സോണമിക്കൽ എയ്ഡ്സിൽ പഠിക്കുവാനുള്ളത്. ഒന്ന് ഓർക്കാം നമുക്ക്. എന്തിനു വേണ്ടിയാണ് ടാക്സോണമിക്കൽ എയ്ഡ്സ് ഉപയോഗിക്കുന്നത്? ഹെൽപ്പ് ടു ഐഡന്റിഫൈ ദ സ്പീഷീസ്, helps to place the organism in taxonomical hierarchy and also to store the specimen for future use. ആദ്യത്തെ ടാക്സോണമിക്കൽ എയ്ഡ് ആണ് ഹെർബേറിയം. Herbarium is a storehouse of collected plant specimens that are dried, pressed and preserved on sheets. ഹെർബേറിയം എന്ന് പറയുന്നത് എന്തിനുള്ളതാണ്? പ്ലാന്റ് സ്പെസിമെൻസിനെ കളക്ട് ചെയ്ത് പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു സ്റ്റോർ ഹൗസ് ആണ് ഹെർബേറിയം. ഹെർബേറിയം ഷീറ്റ്സ് ആർ അറേഞ്ച്ഡ് അക്കോർഡിംഗ് ടു യൂണിവേഴ്സലി അക്സെപ്റ്റഡ് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷന്റെ ഒരു സിസ്റ്റം ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം എന്ന് പറയുന്ന ആ ഒരു ഹൈറാർക്കിയൽ സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം അനുസരിച്ച് അതിനെ അറേഞ്ച് ചെയ്യുന്നു. ഇവ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? സ്റ്റോർ ഹൗസ് ഫോർ ഫ്യൂച്ചർ യൂസ് ആൻഡ് സെർവ് ആസ് എ ക്വിക്ക് റെഫറൽ സിസ്റ്റം ഇൻ ടാക്സോണമി. Herbarium sheets carry a label providing information about date of collection, place of collection, English name, local name, botanical name, collector's name. ഇത്രയും ഡിസ്ക്രിപ്ഷൻസ് ബൊട്ടാണിക്കൽ ഹെർബേറിയം ഷീറ്റ്സിൽ ഉണ്ടാകും. അതും എക്സാമിന് വേണമെങ്കിൽ ചോദിക്കാം. ഹെർബേറിയം ഷീറ്റ്സിൽ ഡിസ്പ്ലേ ചെയ്യപ്പെടുന്ന ഒരു 4 ക്യാരക്ടേഴ്സ് എഴുതുക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ ഇത് ചോദിക്കാം. ഡേറ്റ് ഓഫ് കളക്ഷൻ ഉണ്ടാകും, പ്ലേസ് ഓഫ് കളക്ഷൻ ഉണ്ടാകും, ഇംഗ്ലീഷ് നെയിം ഉണ്ടാകും, ലോക്കൽ നെയിം ഉണ്ടാകും, ബൊട്ടാണിക്കൽ നെയിം ഉണ്ടാകും, കളക്ടേഴ്സ് നെയിം ഉണ്ടാകും. ഇനി ഫേമസ് ആയിട്ടുള്ള ബൊട്ടാണിക്കൽ ഗാർഡൻസിന്റെ പേരുകൾ ഓർമ്മിക്കാനുണ്ട്. ബൊട്ടാണിക്കൽ ഗാർഡൻസിൽ സ്പെഷ്യലൈസ്ഡ് ഗാർഡൻസ്. എന്താണ് ബൊട്ടാണിക്കൽ ഗാർഡൻസ് എന്ന് ചോദിച്ചാൽ, ബൊട്ടാണിക്കൽ ഗാർഡൻസ് ഹാവ് കളക്ഷൻസ് ഓഫ് ലിവിംഗ് പ്ലാന്റ്സ് ഫോർ റെഫറൻസ്. ബൊട്ടാണിക്കൽ ഗാർഡൻസിൽ നമ്മൾ പ്ലാന്റ്സിനെ ലിവിംഗ് ആയിട്ട് സൂക്ഷിക്കുന്ന സ്ഥലമാണ്, ലൈവായിട്ട് സൂക്ഷിക്കുന്ന സ്ഥലമാണ് ബൊട്ടാണിക്കൽ ഗാർഡൻസ്.
Plant species in these gardens are grown for identification purpose and each plant is labeled indicating its botanical or scientific name and its family. ഓരോ ബൊട്ടാണിക്കൽ ഗാർഡൻസിലും സൂക്ഷിക്കുന്ന പ്ലാന്റ്സിൽ ഒരു ലേബൽ ഉണ്ടാകും. ആ ലേബലിൽ അതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം അല്ലെങ്കിൽ സയന്റിഫിക് നെയിമും അതിൻ്റെ ഫാമിലിയും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ 3 ബൊട്ടാണിക്കൽ ഗാർഡൻസിന്റെ പേരാണ് നമുക്ക് ഓർമ്മിക്കാനുള്ളത്. ലോകത്തെ പ്രശസ്തമായിട്ടുള്ള ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് ഇംഗ്ലണ്ടിലെ ക്യൂവിൽ കാണപ്പെടുന്ന ബൊട്ടാണിക്കൽ ഗാർഡൻ. പേര് ഓർമ്മിക്കണം. ദെൻ ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ ഹൗറയിൽ കാണുന്ന ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ. അതുപോലെ തന്നെ ലക്നൌവിലെ നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ 3 പേരും നന്നായിട്ട് ഓർക്കണം. അടുത്ത ടാക്സോണമിക്കൽ എയ്ഡ് ആണ് മ്യൂസിയം. മ്യൂസിയം ഹാവ് കളക്ഷൻസ് ഓഫ് പ്രിസർവ്ഡ് പ്ലാന്റ് ആൻഡ് ആനിമൽ സ്പെസിമെൻസ് ഫോർ സ്റ്റഡി ആൻഡ് റെഫറൻസ്. മ്യൂസിയത്തിൽ എന്താ സൂക്ഷിക്കുക? കളക്ഷൻസ് ഓഫ് പ്രിസർവ്ഡ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് സ്പെസിമെൻസ് ഫോർ സ്റ്റഡി ആൻഡ് റെഫറൻസ്. അനിമൽസിനെയും പ്ലാന്റ്സിനെയും ഡെഡ് ആയിട്ട് സൂക്ഷിക്കുന്ന സ്ഥലമാണ്, പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കുന്ന സ്ഥലമാണ് മ്യൂസിയം എന്ന് പ്രത്യേകം ഓർക്കുക. Specimens are preserved in the containers or jars in preservative solutions. ഇതുപോലത്തെ അനിമൽ സ്പെസിമെൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെ കണ്ടെയ്നേഴ്സിലോ ജാർസിലോ പ്രിസർവേറ്റീവ് സൊല്യൂഷൻസിനകത്തായിരിക്കും പ്രിസർവ് ചെയ്യുന്നത്. പ്ലാന്റ്സ് ആൻഡ് അനിമൽ സ്പെസിമെൻസ് may also be preserved as dry specimens. പ്ലാന്റ്സിനെയും അനിമൽ സ്പെസിമെൻസിനെയും ഡ്രൈ ആയിട്ട് ഉണക്കി സൂക്ഷിക്കാറുണ്ട്. ഇനി ഇൻസെക്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഇൻസെക്ട്സ് ആർ പ്രിസർവ്ഡ് ഇൻ ഇൻസെക്ട് ബോക്സസ് ആഫ്റ്റർ കളക്ടിങ്, കില്ലിംഗ് ആൻഡ് പിന്നിങ്. ഇൻസെക്ട്സിനെ എങ്ങനെയാണ് സൂക്ഷിക്കുക? കളക്ട് ചെയ്ത് അതിനെ കൊന്നിട്ട് അതിനെ പിൻ ചെയ്ത് സൂക്ഷിക്കുന്നു. ഇൻസെക്ട് ബോക്സസിനകത്ത് സൂക്ഷിക്കുന്നു. ലാർജർ അനിമൽസ് ലൈക്ക് ബേർഡ്സ് ആൻഡ് മാമൽസ് ആർ യൂഷ്വലി സ്റ്റഫ്ഡ് ആൻഡ് പ്രിസർവ്ഡ്. ബേർഡ്സും മാമൽസും വലിയ അനിമൽസ് ഒക്കെ ആണെങ്കിൽ അതിനെ സ്റ്റഫ് ചെയ്ത് പ്രിസർവ് ചെയ്യുന്നുണ്ട് മ്യൂസിയത്തില്. ഇപ്പൊ ഏത് രീതിയിലാണ് ഓരോ ടൈപ്പ് അനിമൽസിനെയും പ്രിസർവ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്ലാന്റ്സിനെ എങ്ങനെയാണ്, ലാർജ് അനിമൽസിനെയും ബേർഡ്സിനെയും ഒക്കെ എങ്ങനെയാണ്, ഇൻസെക്ട്സിനെ എങ്ങനെയാണ് പ്രിസർവ് ചെയ്യുന്നത്, ഇതെല്ലാം വ്യക്തമായിട്ട് ഓർത്തു വെക്കുക. മ്യൂസിയംസ് ഹാവ് കളക്ഷൻസ് ഓഫ് സ്കെലിട്ടൺസ് ഓഫ് അനിമൽസ് ടു. മ്യൂസിയത്തില് സ്കെലിട്ടൺസിന്റെ ഒരു ശേഖരവും ഉണ്ടാകും. ഇനി അടുത്തത് സുവോളജിക്കൽ പാർക്സിനെ കുറിച്ചാണ്. അനിമൽസിനെ ലൈവായിട്ട് സൂക്ഷിക്കുന്ന സ്ഥലമാണ് സുവോളജിക്കൽ പാർക്സ്. where wild animals are kept in protected environments under human care and which enable us to learn about their food habits and behavior. Animalsന്റെ food habitsഉം behaviorനെയും കുറിച്ച് സ്റ്റഡി ചെയ്യുവാൻ സുവോളജിക്കൽ പാർക്സ് നമ്മെ സഹായിക്കുന്നുണ്ട്. ഇനി അടുത്തത് കീ ആണ്. എന്താണ് കീ? Key is a taxonomical aid used for identification of plants and animals based on the similarities and dissimilarities. ഇപ്പോൾ കീ എന്ന് പറയുന്നത് കുറേ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് അനലൈസ് ചെയ്തിട്ട് അത് ഏത് കാറ്റഗറിയിൽ, ഏത് സ്പീഷീസിൽ വരുന്നു, ഏത് ജീനസിൽ വരുന്നു, ഏത് ഫാമിലിയിൽ വരുന്നു എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന കുറേ അനലിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കീ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ്സിന്റെ പ്രത്യേകത എന്താണ്? അത് കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റ്സിനെ സൂചിപ്പിക്കുന്നതാണ്, കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സിനാണ്. ഒന്ന് മറ്റതിനെ ഒപ്പോസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആയിരിക്കും. ബേസ്ഡ് ഓൺ സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ്. ഇപ്പോൾ കീയുടെ ഒരു ഡെഫിനിഷൻ മസ്റ്റായിട്ടും പഠിക്കണം. കീ ഈസ് എ ടാക്സോണമിക്കൽ എയ്ഡ് യൂസ്ഡ് ഫോർ ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ബേസ്ഡ് ഓൺ ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ്. സിമിലാരിറ്റീസിനെയും ഡിസിമിലാരിറ്റിനെയും ബേസ് ചെയ്തുകൊണ്ട് ഐഡന്റിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയുള്ള കുറെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കീ എന്ന് പറയുന്നത്. കീസ് ആർ ബേസ്ഡ് ഓൺ ദ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ജനറലി ഇൻ എ പെയർ കാൾഡ് കപ്ലെറ്റ്. ഈ ഒരു ടേം ഓർക്കുക. ആ ഒരു കോൺട്രാസ്റ്റിംഗ് പെയേഴ്സിനെ വിളിക്കുന്ന പേരാണ് കപ്ലെറ്റ്. കപ്ലെറ്റ് എന്നുള്ള ടേം ഓർക്കണം. ഈച്ച് സ്റ്റേറ്റ്മെന്റ് ഇൻ ദ കീ ഈസ് കാൾഡ് ലീഡ്. ഓരോ സ്റ്റേറ്റ്മെന്റിനെയും, കോൺട്രാസ്റ്റിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, അതിൽ ഓരോ സ്റ്റേറ്റ്മെന്റിനെയും വിളിക്കുന്ന ഒരു ടേം ആണ് ലീഡ്. ഇപ്പോൾ കപ്ലെറ്റും ലീഡും രണ്ട് ടേമും ഓർക്കുക.
Separate taxonomic keys are required for each taxonomic category such as family, genus and species for identification purpose. അപ്പോൾ ഓരോന്നിനും separate keys ഉണ്ടാകും. Keys are generally analytical in nature. അനാലിസിസിന് അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കുവാനുള്ളതാണ് കീ. ഇനി ഫ്ലോറ. Flora contains the actual account of habitat and distribution of plants of a given area. ഒരു പ്രത്യേക സ്ഥലത്തുള്ള ഏതൊക്കെ ടൈപ്പ് പ്ലാന്റ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ടാക്സോണമിക്കൽ എയ്ഡ് ആണ് ഫ്ലോറ. These provide the index to the plant species found in a particular area. ഒരു പ്രത്യേക ഏരിയയിൽ കാണുന്ന പ്ലാന്റ് സ്പീഷീസ് ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ ഫ്ലോറ സഹായിക്കും. ഇനി അടുത്ത് വരുന്നതാണ് മാനുവൽസ്. Manuals are useful in providing information for identification of names of species found in an area. ഒരു പ്രത്യേക സ്ഥലത്ത് കാണുന്ന പ്ലാന്റ്സിന്റെയും അനിമൽസിന്റെയും ഒക്കെ നെയിം, പേര് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്ന ടാക്സോണമിക്കൽ എയ്ഡ് ആണ് മാനുവൽസ്. ഇനി മോണോഗ്രാഫ്സ്. മോണോഗ്രാഫ്സ് കണ്ടെയ്ൻ ഇൻഫർമേഷൻ ഓൺ എനി വൺ ടാക്സോൺ. ഏതെങ്കിലും ഒരു ടാക്സോണിനെ കുറിച്ച് മാത്രമുള്ള ഇൻഫർമേഷൻ തരുന്ന ടാക്സോണമിക്കൽ എയ്ഡ് ആണ് മോണോഗ്രാഫ്. ഫ്ലോറ എന്ന് പറയുന്നത് പ്ലാന്റ്സിനെ കുറിച്ച് ഐഡിയ കിട്ടാൻ സഹായിക്കുന്ന ടാക്സോണമിക്കൽ എയ്ഡ് ആണ്. മാനുവൽസ് എന്ന് പറയുമ്പോൾ നെയിം ഓഫ് സ്പീഷീസ്, ഒരു പ്രത്യേക ഏരിയയിൽ കാണുന്ന അനിമൽസിന്റെയും പ്ലാന്റ്സിന്റെയും പേര് മനസ്സിലാക്കാനും അവയുടെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കിട്ടുവാനും സഹായിക്കുന്ന ടാക്സോണമിക്കൽ എയ്ഡ് ആണ് മാനുവൽസ്. മോണോഗ്രാഫ്സ് കണ്ടെയ്ൻ ഇൻഫർമേഷൻ ഓഫ് എനി വൺ ടാക്സോൺ. ഏതെങ്കിലും ഒരു ടാക്സോണിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ തരുന്നതാണ് മോണോഗ്രാഫ്സ്. ഇനി ഈ ടോപ്പിക്കിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. നോട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ടു വേർഡ്സ് ആൻഡ് സജസ്റ്റ് സ്യൂട്ടബിൾ വേർഡ് ഫോർ ദ ഫോർത്ത് പ്ലേസ്. ഫസ്റ്റ് രണ്ട് വേർഡ് മനസ്സിലാക്കിയിട്ട് നാലാമത്തെ വേർഡ് എന്ത് വരുമെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. ബൊട്ടാണിക്കൽ ഗാർഡൻ, ലിവിങ് പ്ലാന്റ്സ് തന്നിട്ടുണ്ട്. ലിവിങ് അനിമൽസ്. ഇപ്പൊ ലിവിങ് അനിമൽസിനെ എവിടെയാ പ്രൊട്ടക്ട് ചെയ്യുക? സുവോളജിക്കൽ പാർക്ക് അല്ലെങ്കിൽ സൂസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് ആർ സ്പെഷ്യലൈസ്ഡ് ഗാർഡൻസ് ദാറ്റ് ഹാവ് കളക്ഷൻസ് ഓഫ് ലിവിങ് പ്ലാന്റ്സ് ഫോർ റെഫറൻസ്. ലിവിങ് പ്ലാന്റ്സിന് റെഫറൻസിനായിട്ട് കളക്ട് ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? ഇപ്പൊ ലിവിങ് പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ അത് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണെന്ന് ഓർക്കുക. നെയിം എനി ടു വെൽ നോൺ ബൊട്ടാണിക്കൽ ഗാർഡൻസ് ഇൻ ഇന്ത്യ. അങ്ങനെ ചോദിക്കാം. നമുക്ക് രണ്ട് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് ഇന്ത്യയിലെ മനസ്സിലാക്കുവാനുള്ളത്. ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ ഹൗറ, നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്നൗ. അപ്പോൾ ഇത് രണ്ട് പേരും ഓർത്തു വയ്ക്കുക. അതുപോലെ തന്നെ നമുക്ക് മൂന്നാമതായിട്ട് ക്യൂ എന്നുള്ള ഒരു പേര് ഓർമ്മിക്കണം. അപ്പോൾ ഈ രീതിയിൽ മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ് ചിലപ്പോൾ ചോദിക്കാം. ഫേമസ് ബൊട്ടാണിക്കൽ ഗാർഡൻ, വേൾഡ് ഫേമസ് ആയിട്ടുള്ള ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് ഇംഗ്ലണ്ടിലെ ക്യൂവിൽ കാണുന്ന ഗാർഡൻ. ഇനി ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ അറിയാം നമുക്ക്, ഹൗറയിലാണ് കാണുക. നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്നൌവിലാണ്. ഈ രീതിയിലുള്ള മാച്ചിങ് ക്വസ്റ്റ്യൻ ആയിട്ടും ഇത് വരാം. റൈറ്റ് ദ ലൊക്കേഷൻ ഓഫ് ദ ഫോളോയിങ് ഗാർഡൻസ്. ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ, ഇന്ത്യൻ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഇതുപോലെ അതിന്റെ ലൊക്കേഷൻ എഴുതാനും ചോദിക്കാം. ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ ആണെങ്കിൽ ഹൗറയിലാണ്. ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ലക്നൌവിലാണ്. ആ രീതിയിൽ സ്ഥലം ഐഡന്റിഫൈ ചെയ്യാനും ചോദിക്കാം. ഡ്യൂറിംഗ് എ അഡ്വഞ്ചറസ് ട്രിപ്പ് എ +1 സ്റ്റുഡന്റ് ഗോട്ട് എ സ്കൾ ആൻഡ് സ്കെലിറ്റൽ പാർട്ട് ഓഫ് റയർ അനിമൽ ഫ്രം ദ ചിന്നാർ ഫോറസ്റ്റ്. ഇപ്പോൾ ഒരു ട്രിപ്പ് നടത്തിയപ്പോൾ അഡ്വഞ്ചർ ട്രിപ്പിൽ ഒരു സ്റ്റുഡന്റിന് എന്ത് കിട്ടി? ഒരു സ്കള് കിട്ടി, ഒരു തലയോട്ടി കിട്ടി, കുറച്ച് സ്കെലിറ്റൽ പാർട്ടും ഒക്കെ കിട്ടി. ഒരു റയർ അനിമലിന്റെ ആയിരുന്നു, ചിന്നാർ ഫോറസ്റ്റിൽ നിന്നും കിട്ടി. സെലക്ട് സ്യൂട്ടബിൾ ലൊക്കേഷൻ ഫോർ കീപ്പിംഗ് ഇറ്റ് ഫ്രം എ ലിസ്റ്റ് ഓഫ് ടാക്സോണമിക്കൽ ഗൈഡ് ഗിവൺ ബിലോ. അപ്പോൾ ഈ സാധനങ്ങൾ, ഈ സ്കള്ളും സ്കെലിറ്റൽ പാർട്ടും ഈ ഏത് ടാക്സോണമിക്കൽ എയ്ഡിന്റെ സഹായത്താൽ അത് സൂക്ഷിക്കും എന്നുള്ളതാണ്. എവിടെ സൂക്ഷിക്കും എന്നുള്ളതാണ്. ഹെർബേറിയം, മ്യൂസിയം, സുവോളജിക്കൽ പാർക്ക്, ബൊട്ടാണിക്കൽ ഗാർഡൻ. അവിടെ ഓർക്കേണ്ടത് ഡെഡ് ആയിട്ടുള്ള സ്പെസിമെൻസ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും സൂക്ഷിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മ്യൂസിയമാണ്. ഡെഡ് സ്പെസിമെൻസ് പ്ലാന്റ്സോ അനിമൽസോ ആയിക്കോട്ടെ, അത് സൂക്ഷിക്കുന്ന സ്ഥലം മ്യൂസിയമാണ്. ഹെർബേറിയം ഷീറ്റ്സ് പ്ലാന്റ്സിന് ഡെഡ് ആയിട്ട് പ്രിസർവ് ചെയ്യുന്ന ഷീറ്റ്സ് ആണ്, അത് ഓർക്കുക.
After completing a project study based on diversity of spiders, the specimens were intended to be stored for future reference. Select a suitable taxonomical aid from the following for the preservation of specimens. ഇവിടെയും എന്താണ് ഒരു പ്രോജക്റ്റ് സ്റ്റഡി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്തായിരുന്നു പ്രോജക്റ്റിന്റെ വിഷയം? ഡൈവേഴ്സിറ്റി ഓഫ് സ്പൈഡേഴ്സിന്റെ ഡൈവേഴ്സിറ്റിയാണ്. എന്നിട്ട് ആ ഡെഡ് സ്പെസിമെൻസിനെ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി സൂക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഏത് ടാക്സോണമിക്കൽ എയ്ഡ് ആയിരിക്കും അതിനെ പ്രിസർവ് ചെയ്യാൻ സഹായിക്കുക? ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചു, ഡെഡ് ആയിട്ടുള്ള അനിമൽസ് ആണെങ്കിൽ നമ്മൾ എവിടെ സൂക്ഷിക്കും? മ്യൂസിയത്തിൽ സൂക്ഷിക്കും. Taxonomical aids are very useful for classification and identification of organisms. Name any two taxonomical aid. ഇപ്പോൾ നിങ്ങൾ പഠിച്ച ഏതെങ്കിലും രണ്ട് ടാക്സോണമിക്കൽ എയ്ഡിന്റെ പേരെഴുതുവാൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Note the relationship between the first two words and suggest a suitable word for the fourth place. ഇവിടെയും നേരത്തെ കണ്ട അതേ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. Collection of living plants, botanical garden, animals kept in protected environment. എവിടെയാണെന്നറിയാം? സുവോളജിക്കൽ പാർക്ക്. ഇതും നേരത്തെ കണ്ടതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. രാജു കളക്ടഡ് എ സ്കൾ ഓഫ് അനിമൽ ആൻഡ് എ ലിവിംഗ് റെയർ അനിമൽ ഡ്യൂറിംഗ് എ സ്റ്റഡി ടൂർ. സെലക്ട് ദ സ്യൂട്ടബിൾ ലൊക്കേഷൻ ഫോർ ഈച്ച് ഫ്രം ദ ലിസ്റ്റ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്സ്. എന്തൊക്കെ കിട്ടി? ഒരു സ്കള്ളും കിട്ടി, അതുപോലെ ഒരു ലിവിംഗ് റെയർ അനിമലിനെയും കിട്ടി. ഇത് ഓരോന്നിനെയും എവിടെ സൂക്ഷിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ സ്കൾ ഓഫ് അനിമൽ, ഡെഡ് ആയിട്ടുള്ള അനിമൽ പാർട്ട് ആണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചു എവിടെ സൂക്ഷിക്കുക? മ്യൂസിയത്തിലാണ് സൂക്ഷിക്കുക. ഇനി ലിവിംഗ് അനിമൽ ആണെങ്കിലോ? ലിവിംഗ് അനിമൽ ആണെങ്കിൽ സുവോളജിക്കൽ പാർക്ക്. Which taxonomical aid used for identification of plants and animals based on the similarities and dissimilarities? അനിമൽസിന്റെ സിമിലാരിറ്റിയെയും ഡിസിമിലാരിറ്റിയെയും ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഏത് ടാക്സോണമിക്കൽ എയ്ഡ് ആണ് പഠിച്ചിട്ടുള്ളത്? ദാറ്റ് ഈസ് കീ. ഇനി ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. നെയിം ദ ഫോളോയിങ് ടേംസ്. ഈച്ച് സ്റ്റേറ്റ്മെന്റ് ഇൻ കീ ഈസ് കാൾഡ്. എന്തായിരുന്നു ആൻസർ? ലീഡ്. ഡാഷ് കണ്ടെയ്ൻസ് ദ ആക്ച്വൽ അക്കൗണ്ട് ഓഫ് ഹാബിറ്റാറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്ലാന്റ്സ് ഓഫ് എ ഗിവൺ ഏരിയ. പ്ലാന്റ്സിനെ കുറിച്ചുള്ള പറയുന്ന ടാക്സോണമിക്കൽ എയ്ഡ് ഏതാണ്? ഫ്ലോറ. ആക്ച്വൽ അക്കൗണ്ട് ഓഫ് ഹാബിറ്റാറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്ലാന്റ്സ് ഓഫ് എ ഗിവൺ ഏരിയ. പ്ലാന്റ്സിന്റെ കുറിച്ചുള്ളത് ഫ്ലോറ. ഡാഷ് കണ്ടെയ്ൻസ് ഇൻഫർമേഷൻ ഓൺ എനി വൺ ടാക്സോൺ. ഒരു ടാക്സോണിനെ കുറിച്ച് മാത്രം ഇൻഫർമേഷൻ തരുന്നത് മോണോഗ്രാഫ്. Which taxonomical aid provide information for identification of names of species found in an area? അതേതാണ്? മാനുവൽസ് ആണ്. നെയിംസ് ഓഫ് സ്പീഷീസ് ഫൗണ്ട് ഇൻ ആൻ ഏരിയ. എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ടേംസ്. കീ, കപ്ലെറ്റ്, ഫ്ലോറ, മോണോഗ്രാഫ്. അപ്പൊ ഇതും ഓരോന്നിനെ കുറിച്ചും ഓരോ എക്സ്പ്ലനേഷൻസ് കൊടുക്കുക. Once you visited a museum, you can see there are different kinds of animals and plants are preserved. How these plants and animals preserved in a museum? മ്യൂസിയത്തിനകത്ത് പ്ലാന്റ്സും അനിമൽസും എങ്ങനെയാണ് പ്രിസർവ് ചെയ്യുന്നത്? അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. എങ്ങനെയൊക്കെയാണ് പ്ലാന്റ്സിനെ സൂക്ഷിക്കുന്നത്, അനിമൽസിനെ സൂക്ഷിക്കുന്നത് കണ്ടെയ്നർ ജാറിൽ പ്രിസർവേറ്റീവ് സൊല്യൂഷൻസിൽ സൂക്ഷിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി. അതുപോലെ ഇൻസെക്ട്സിനെയൊക്കെ കളക്ട് ചെയ്ത് കില്ല് ചെയ്ത് പിൻ ചെയ്ത് സൂക്ഷിക്കുന്നു. ബേർഡ്സിനെയും മാമൽസിനെയും ഒക്കെ സ്റ്റഫ് ചെയ്ത് സൂക്ഷിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാണ് ഇതിന്റെ ആൻസർ എഴുതേണ്ടത്. ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഹെർബേറിയം ലൊക്കേഷൻ തന്നിട്ടുണ്ട്, പ്ലാന്റ്സോ അനിമൽസോ തന്നിട്ടുണ്ട്, അതിന് ഡെഡ്, ലൈവ്. ഇതാണ് 3 കാറ്റഗറി. ഇപ്പൊ ഹെർബേറിയം മനസ്സിലാക്കിയിരിക്കുക, പ്ലാന്റ്സിനെ ഡെഡ് ആയിട്ട് സൂക്ഷിക്കുന്ന സ്ഥലമാണ്. ബൊട്ടാണിക്കൽ ഗാർഡൻ പ്ലാന്റ്സിനെ ഇവിടെ എന്താ ആൻസർ എഴുതും? ലൈവ് ആയിട്ട് സൂക്ഷിക്കുന്ന സ്ഥലമാണ്. ഇനി അനിമൽസിനെയും പ്ലാന്റ്സിനെയും ഡെഡ് ആയിട്ട് സൂക്ഷിക്കുന്ന സ്ഥലം ഇവിടെ ഏതാണപ്പോ? മ്യൂസിയമാണ്. സുവോളജിക്കൽ പാർക്ക് അനിമൽസിനെ ലൈവ് ആയിട്ട് സൂക്ഷിക്കുന്ന സ്ഥലമാണ്. Herbarium and insect box in museum is a taxonomical aid. Write the steps for preparing a herbarium and an insect box.
ഒരു ഹെർബേറിയവും ഇൻസെക്റ്റ് ബോക്സും പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പുകൾ എഴുതാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സ്റ്റെപ്പുകൾ നമ്മൾ ആൾറെഡി മനസ്സിലാക്കിയിട്ടുള്ളത് തന്നെയാണ്, അത് എഴുതുക. സെലക്ട് ദ ടാക്സോണമിക്കൽ എയ്ഡ് ഇൻ വിച്ച് യു കീപ് ദ ഫോളോയിങ് തിങ്സ്. ലിവിംഗ് പ്ലാന്റ്സ് ഫോർ റെഫറൻസ് എവിടെയാണ്? ബൊട്ടാണിക്കൽ ഗാർഡൻ. സ്റ്റഫ്ഡ് ബേർഡ്, ബേർഡ്സിനെ സ്റ്റഫ് ചെയ്ത് സൂക്ഷിക്കുന്ന എവിടെയാണ്? മ്യൂസിയത്തിൽ. ലിവിംഗ് റെയർ അനിമൽ, റെയർ അനിമലിനെ സൂക്ഷിക്കുന്ന സ്ഥലം സുവോളജിക്കൽ പാർക്ക്. സ്കെലിട്ടൺ ഓഫ് ആൻ അനിമൽ എവിടെയാണ്? മ്യൂസിയം. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യനും എക്സ്പെക്ട് ചെയ്യാം. മ്യൂസിയം ഹാവ് കളക്ഷൻ ഓഫ് പ്രിസർവ്ഡ് പ്ലാന്റ്സ് ആൻഡ് അനിമൽ സ്പെസിമെൻ ഫോർ സ്റ്റഡി ആൻഡ് റെഫറൻസ്. ഹൗ ആർ ദ ഫോളോയിങ് പ്രിസർവ്ഡ് ഇൻ എ മ്യൂസിയം? ഇൻസെക്ട്സിനെ എങ്ങനെ പ്രിസർവ് ചെയ്യുന്നു? ലാർജ് അനിമൽസ് ലൈക്ക് ബേർഡ്സ് ആൻഡ് മാമൽസ്, ഇൻസെക്ട്സിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു? കളക്ട് ചെയ്തിട്ട് കില്ല് ചെയ്ത് പിൻ ചെയ്ത് പ്രിസർവ് ചെയ്യുന്നു. ലാർജ് അനിമൽസ് ലൈക്ക് ബേർഡ്സ് ആൻഡ് മാമൽസ് എങ്ങനെ പ്രിസർവ് ചെയ്യുന്നു? സ്റ്റഫ് ചെയ്ത് പ്രിസർവ് ചെയ്യുന്നു. അതാണ് ആൻസർ കൊടുക്കേണ്ടത്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫ്ലോറ ആൻഡ് മോണോഗ്രാഫ്. ഫ്ലോറയും മോണോഗ്രാഫും എന്താണെന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് എഴുതുക. എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ടേം. ഫ്ലോറ, ലീഡ്, മോണോഗ്രാഫ്. ഇങ്ങനെ ക്വസ്റ്റ്യനും എക്സ്പെക്ട് ചെയ്യാം. ഫൈൻഡ് ദ റോങ് സ്റ്റേറ്റ്മെന്റ് ഇൻ ദ ഫോളോയിങ് ആൻഡ് കറക്റ്റ് ഇറ്റ്. Larger animals like birds and mammals are usually stuffed, preserved and kept in herbarium sheet. അപ്പോൾ എന്താണ് ഇവിടുത്തെ മിസ്റ്റേക്ക്? ബേർഡ്സിനെയും മാമൽസിനെയും സ്റ്റഫ് ചെയ്ത് പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കുന്നു, പക്ഷേ സൂക്ഷിക്കുന്ന സ്ഥലം തെറ്റാണ്. ഇവിടെ ഹെർബേറിയം ഷീറ്റ് ആണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ അതിനെ കറക്റ്റ് ചെയ്തിട്ട് എന്താക്കണം? മ്യൂസിയം എന്നാക്കണം. ഫോണ കണ്ടെയ്ൻസ് ദ ആക്ച്വൽ അക്കൗണ്ട് ഓഫ് ഹാബിറ്റാറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്ലാന്റ്സ് ഓഫ് എ ഗിവൺ ഏരിയ. അപ്പോൾ ഇവിടെ ആക്ച്വൽ അക്കൗണ്ട് ഓഫ് ഹാബിറ്റാറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്ലാന്റ്സ് ഓഫ് എ ഗിവൺ ഏരിയ എന്താണ്? ഫോണയല്ല, എന്താണത്? ഫ്ലോറ ആണ്. ഇവിടെ കറക്റ്റ് ചെയ്തിട്ട് ഫ്ലോറ എന്ന് എഴുതണം. ഗീവ് വൺ വേർഡ് ഫോർ ദ ഫോളോയിങ് ടേംസ്. ദ ആക്ച്വൽ അക്കൗണ്ട് ഓഫ് ഹാബിറ്റാറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്ലാന്റ്സ് ഓഫ് എ ഗിവൺ ഏരിയ. പ്ലാന്റ്സിനെ കുറിച്ചുള്ളത് ഫ്ലോറ. പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ഫോർ ഐഡന്റിഫിക്കേഷൻ ഓഫ് നെയിംസ് ഓഫ് സ്പീഷീസ് ഫൗണ്ട് ഇൻ ആൻ ഏരിയ. ഒരു ഏരിയയിൽ കാണുന്ന നെയിംസ് ഓഫ് സ്പീഷീസിനെ ഐഡന്റിഫൈ ചെയ്യാൻ കൊടുക്കുന്നത് മാനുവൽസ്. കണ്ടെയ്ൻ ഇൻഫർമേഷൻ ഓഫ് എനി വൺ ടാക്സോൺ, ഒരു ടാക്സോണിന്റെ ഇൻഫർമേഷൻ തരുന്നത് മോണോഗ്രാഫ്. ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ബേസ്ഡ് ഓൺ ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ്, എന്താണത്? കീസ് ആണ് അല്ലേ. റൈറ്റ് ദ നെയിം ഓഫ് ടാക്സോണമിക്കൽ എയ്ഡ് യൂസ്ഡ് ഇൻ ദ ഫോളോയിങ് ഡിസ്ക്രിപ്ഷൻസ്. തിരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇറ്റ് ഈസ് എ സ്റ്റോർ ഹൗസ് ഓഫ് കളക്റ്റഡ് പ്ലാന്റ് സ്പെസിമെൻസ് ദാറ്റ് ആർ ഡ്രൈഡ്, പ്രസ്ഡ് ആൻഡ് പ്രിസർവ്ഡ് ഓൺ ഷീറ്റ്സ്. എന്താണത്? ഹെർബേറിയം. ദീസ് ആർ സ്പെഷ്യലൈസ്ഡ് ഗാർഡൻസ് ഹാവ് കളക്ഷൻസ് ഓഫ് ലിവിംഗ് പ്ലാന്റ്സ് ഫോർ റെഫറൻസ്. എന്താണ്? ലിവിംഗ് പ്ലാന്റ്സിനെ സൂക്ഷിക്കുന്ന സ്ഥലം ബൊട്ടാണിക്കൽ ഗാർഡൻ. ഹിയർ ഹാവ് കളക്ഷൻസ് ഓഫ് പ്രിസർവ്ഡ് പ്ലാന്റ് ആൻഡ് അനിമൽ സ്പെസിമെൻസ് ഫോർ സ്റ്റഡി ആൻഡ് റെഫറൻസ്. പ്ലാന്റ്സിന്റെയും അനിമൽ സ്പെസിമെൻസിനെയും സൂക്ഷിക്കുന്ന സ്ഥലം മ്യൂസിയം. Here wild animals are kept in protected environments under human care. അതെന്താണ്? വൈൽഡ് അനിമൽസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന സ്ഥലം സുവോളജിക്കൽ പാർക്ക്. സുവോളജിക്കൽ പാർക്സ് ആൻഡ് കീസ് ആർ ടാക്സോണമിക്കൽ എയ്ഡ്സ്. കമന്റ് ഓൺ സുവോളജിക്കൽ പാർക്സ്. സുവോളജിക്കൽ പാർക്സ് എന്താണെന്ന് എഴുതുക. The term couplet and lead is related to the taxonomical aid key. What do these terms represent? ഇപ്പോൾ കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റ്സിനെയാണ് നമ്മൾ കപ്ലെറ്റ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഓരോ സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ ലീഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് ഓരോ സെന്റൻസിൽ അത് ആൻസർ ചെയ്യണം. അറേഞ്ച് ദ ഫോളോയിങ് പ്രൊസീജിയർ ഇൻ കറക്റ്റ് സീക്വൻസ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. മേക്കിംഗ് ഓഫ് ഹെർബേറിയം ഷീറ്റ്സ്. പ്ലാന്റ്സ് പ്രസ്ഡ്, പ്ലാന്റ്സ് ഡ്രൈഡ് ആൻഡ് പ്ലാന്റ്സ് പ്രിസർവ്ഡ് ഓൺ ഷീറ്റ്സ്. ഇപ്പോൾ ഹെർബേറിയം ഷീറ്റ്സ് ഉണ്ടാക്കുന്നതിന്റെ കറക്റ്റ് ഓർഡർ. പ്ലാന്റ്സ് പ്രസ്ഡ് ആണോ ആദ്യം വരിക? അല്ല. പ്ലാന്റ്സ് ഡ്രൈ ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? പ്രസ് ചെയ്യുന്നു, ദെൻ പ്രിസർവ് ചെയ്യുന്നു. അപ്പോൾ ആ ഓർഡർ കറക്റ്റ് ആക്കി എഴുതുക. ഇൻസെക്ട് ബോക്സ് മേക്കിംഗ്. പിന്നിങ് ഓഫ് ഇൻസെക്ട്സ്, കളക്ഷൻ ഓഫ് ഇൻസെക്ട്സ്, കില്ലിംഗ് ഓഫ് ഇൻസെക്ട്സ്. ഇപ്പോൾ ഇൻസെക്ട് ബോക്സ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഇൻസെക്റ്റിനെ കളക്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? അതിനെ കില്ല് ചെയ്യുന്നു, എന്നിട്ട് അതിനെ പിൻ ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഈ രീതിയിലാണ് അതിൻ്റെ ഓർഡർ. ഈ രീതിയിൽ മാറ്റി എഴുതുക. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും പോസിബിൾ ആയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ്. നന്നായിട്ട് പഠിക്കുക.
For video lessons, please subscribe TLB's biology classes. Thank you.